അതിന് വേറൊരു സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് പണ്ടൊക്കെ 50s 60s 70s വന്നിരുന്നത്. ഒരു 30s ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരിക എന്ന് പറയുമ്പോൾ അയാളുടെ ലൈഫിൽ ഏറ്റവും പ്രൊഡക്റ്റീവ് ഏജാണ്. അയാൾ ജീവിതത്തിൽ ഒരുപാട് കരിയറിൽ മറ്റ് ഫാമിലി ഒബ്ലിഗേഷൻസ് ഇങ്ങനെ ഒരുപാടുള്ള സമയത്താണ് പെട്ടെന്നൊരു ഇടുത്തി പോലെ ഇത് വന്ന് വീഴുന്നത് എന്നുള്ള ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് കൂടി അതിനുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ആക്ച്വലി ഏറ്റവും കൂടുതൽ ഈ പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ളത് പ്രിവെൻറ്റീവ് കാർഡിയോളജിക്ക് വേണ്ടി. എന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ രോഗത്തിന് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ക്ലാസ്സുകളാണ്. ഞാൻ എങ്ങനെ ഓപ്പറേഷൻ ചെയ്യാം, എങ്ങനെ ബ്ലോക്ക് നീക്കാം, എങ്ങനെ വാൽവ് മാറ്റാം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ചെയ്തത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റീവ് ഏജിലുള്ള ആളുകൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ അതിനൊരുപാട് സോഷ്യോ ആൻഡ് ഫാമിലി ഇമ്പാക്റ്റ് ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരാൾ 38 വയസ്സിൽ മരിക്കുകയാണെങ്കിൽ, അറ്റാക്ക് വന്നപ്പം അയാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റി, അയാൾ മരിക്കുകയാണെങ്കിൽ അയാളെ കുട്ടികൾ 5 വയസ്സുള്ള ആൾ, 7 വയസ്സുള്ള ഒരാൾ, എവിടെയും എത്താത്ത ആ ഒരു സമയത്ത് അവരെ അനാഥരാക്കിയിട്ട് ഈ അച്ഛൻ പോകുന്നൊരവസ്ഥയാണ് വരുന്നത്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു മെസ്സേജ് ആക്ച്വലി ഈ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാരണത്തിനെക്കുറിച്ചും അത് യങ് ഏജിൽ വരാനുള്ള കാരണത്തിനെക്കുറിച്ചും അതിനെ പ്രിവെൻറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ വലിയൊരു മെസ്സേജ് നമ്മൾ പബ്ലിക്കിന് കൊടുക്കേണ്ടത്.